ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന പുട്ടിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ആ മണമൊക്കെ ഒന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്കൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സാധാരണ നുറുക്ക് ഗോതമ്പാണ്. ഇത് നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഏത് ടൈപ്പ് നുറുക്ക് ഗോതമ്പാണെങ്കിലും നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നുറുക്ക് ഗോതമ്പ് മുങ്ങി നിൽക്കുന്ന ടൈപ്പ് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് കുതിർന്ന് വരുമ്പോഴേക്കും അത്ര നമുക്ക് സ്പേസ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മുങ്ങി നിൽക്കുന്ന ടൈപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് അരമണിക്കൂർ നേരം നന്നായിട്ട് കുതിരാനായിട്ട് വെക്കുക. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വരെ കുതിരാൻ വെക്കാവുന്നതാണ്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക. അതിനായിട്ട് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. അരിപ്പയിലേക്ക് നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഊറ്റിയെടുക്കുക. അരിപ്പയിലെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൈവച്ച് കുറേശ്ശായിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഊറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ഇതിന് നമുക്ക് നനവ് ആവശ്യമാണ്, അതുകൊണ്ടിട്ടാണ്. ഇനി നമുക്കിത് പുട്ടിന് വേണ്ട മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗോതമ്പ് റവ ഇട്ട് കൊടുക്കുക. ഇതിൽ നനവുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നനവുള്ളത് കൊണ്ടിട്ട് നുറുക്ക് ഗോതമ്പിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചേർക്കുമ്പോൾ പ്രത്യേക രസമാണ്. തേങ്ങയിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പുട്ടുകുറ്റിയാണ്. ഈ പുട്ടുകുറ്റിയുടെ ഉള്ളിൽ ചില്ലക്കിയിട്ട് നമുക്ക് റെഡി ആക്കി വെക്കാം. ഇത് 10 മിനിറ്റ് നേരമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ടിട്ടാണ് നമ്മൾ 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ പുട്ടിന് മസ്റ്റാണ്. പുട്ടിന് നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുന്നത് തേങ്ങയിലൂടെയാണ്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇടാൻ മറക്കരുത്, കാരണം തേങ്ങ ഇട്ടിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം വരുമ്പോഴേക്കും മുകളിലേക്ക് വരില്ല, സൈഡിലേക്ക് പോവും. മോൾ ഭാഗം വെന്ത് കിട്ടില്ല, ഒരുപാട് ടൈം പിടിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തേങ്ങ ഇടാൻ മറക്കരുത്. ഇനി നമുക്ക് കുറച്ച് പുട്ടിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് എത്ര ലെയറായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് പുട്ടുകുറ്റിയുടെ പകുതി വരെ നിറച്ച ശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. 10 മിനിറ്റ് നേരം നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് വരുള്ളൂ. വെന്ത് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ വീർത്ത് വരും. ഇപ്പോൾ ഇത് പകുതി വരെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പുട്ടിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ കുത്തി നിറച്ച് ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. കുത്തി നിറച്ച് കഴിഞ്ഞാൽ സ്റ്റീം വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും, മുകൾ ഭാഗം വെന്ത് കിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സമയം തന്നെ പുട്ടിൻ്റെ പാത്രം വെള്ളം ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
ഏകദേശം അരഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം നമുക്ക് പുട്ടുകുറ്റി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഫസ്റ്റ് ടൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റീം വരാതിരിക്കുന്ന ടൈമിൽ ഒരു കമ്പി വെച്ചോ ഈർക്കിൽ വെച്ചോ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടി തുറക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങയുടെ നല്ലൊരു സ്മെല്ലാണ്. ഈ മണം കേൾക്കുമ്പോൾ നമുക്കറിയാം നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു പുട്ട് റെഡി ആയി കഴിഞ്ഞു എന്ന്. ഇനി നമുക്കിത് പുട്ടിൻ്റെ പാത്രത്തിൽ നിന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് കുത്തിയെടുക്കാം. ഇപ്പോൾ നല്ല ആവി പറക്കണ ചൂടുള്ള നല്ലൊരു പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള പുട്ടാണിത്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.